ഓക്കെ, വെൽക്കം ഓൾ. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് മൊഡ്യൂൾ 3 ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ കുറിച്ചിട്ടാണ്. സോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ ഫസ്റ്റ് പാത്വേ ആയിട്ടുള്ള ഗ്ലൈക്കോളിസിസ് ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ജസ്റ്റ് ഒരു ഔട്ട്ലൈനും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ പാത്വേസ് ഏതാണെന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ദെൻ ഗ്ലൈക്കോളിസിസിലേക്കാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. സോ ഗ്ലൈക്കോളിസിസ്, ഇറ്റ്സ് സാലിൻ ഫീച്ചേഴ്സ്, then glycolysis complete ആ pathway reactions അതിന്റെ കൂടെ then അതിൽ എത്രത്തോളം ATP പ്രൊഡക്ഷൻ ഉണ്ടെന്നും ആൻഡ് ലാസ്റ്റ് അതിൽ വരുന്ന രണ്ട് ടേംസ് ആയിട്ടുള്ള പാസ്റ്റർ എഫക്റ്റും ക്രാപ്റ്ററി എഫക്റ്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കണ്ടില്ലേ, കാർബണും ഈ മോളിക്യൂൾസ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം നോക്കിയേ, ഇതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ദർ ആൽഡോസസ് അല്ലെങ്കിൽ ആൽഡിഹൈഡിക് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് ആയിരിക്കും അതിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഗ്ലൂക്കോസ്, കുറച്ച് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, മാനോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, റൈബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാർബോഹൈഡ്രേറ്റ്സിന് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ആൽഡിഹൈഡിക് അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ്സ് പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസിന്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സിംഗിൾ ഷുഗർ ആയിരിക്കും. ഇതൊക്കെ മോണോസാക്രൈഡ്സ് ആണ്, ഒരൊറ്റ ഷുഗർ മാത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒറ്റ ഷുഗറേ ഉള്ളൂ. ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്നതിന് നമ്മൾ എന്ത് പറയുന്നുണ്ടാകും? ഡൈസാക്രൈഡ് എന്ന് പറയും. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ 9 കൂടുതലൊക്കെ ഷുഗർ മോളിക്യൂൾസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ബേസിൽ നമുക്ക് പറയാം, ഇതിപ്പം 6 കാർബൺ ആറ്റം ഉള്ളതാണ് ഈ ഗ്ലൂക്കോസും മാനോസും ഗാലക്ടോസും ഫ്രക്ടോസും ഒക്കെ. അതിന് നമുക്ക് എന്ത് പറയാം? എന്തെന്നാ നമ്മൾ അതിന് പറയുന്നത്? 6 കാർബൺ ഷുഗർ ആണ് അല്ലെ? അപ്പൊ ഇത് ഹെക്സോസസ് എന്നാ പറയാ. ഇതിലിപ്പോ നോക്കിയേ 1 2 3 4 ആൻഡ് 5 കാർബൺ ആറ്റംസ് ആണ്. ഒരു എക്സാമ്പിൾ ആണ് റൈബോസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് എന്താ പറയാ? 5 എന്ന് പറഞ്ഞാൽ പെന്റോസസ് ആണ്. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കണ്ടോ CHO ഗ്രൂപ്പ് ആണ്, ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ അതിനെ ആൽഡോസസ് എന്ന് പറയും. ഇതിൽ കണ്ടില്ലേ കീറ്റോണിക് ഗ്രൂപ്പ് ആണ്, ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞാൽ കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ കീറ്റോസസ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റിനെ പറ്റി. ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് കാർബോഹൈഡ്രേറ്റ് എന്താന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നടക്കുന്ന കുറച്ച് ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സസ് ആണ്. അവിടെ എന്തായിരിക്കും ഉണ്ടാകും? ഫുഡിനെ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടി തന്നെയാണ് നമുക്ക് ഈ ഗ്ലൂക്കോസും. ബേസിക് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും ഒക്കെ. നമുക്ക് ഫ്രക്ടോസ് ഒക്കെ ഇപ്പൊ നമ്മൾ എന്താ പറയുക, കെയിൻ ഷുഗറിലൊക്കെ നന്നായിട്ട് പ്രസന്റ് ആയിട്ടുള്ളതാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ നമ്മൾ ഫുഡിലൂടെയാണ് നമ്മളെ ബോഡിയിൽ എത്തുന്നത്. അപ്പൊ ഈ ഫുഡിലൂടെ എത്തുന്ന ഗ്ലൂക്കോസ് ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്ത് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, മറ്റൊരു കോമ്പൗണ്ടിൽ ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു, ഇന്റർ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബയോകെമിക്കൽ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എനർജിയും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ബയോകെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിന് ലിവിങ് സെൽസിൽ, ലിവിങ് ഓർഗാനിസത്തിന്റെ കേസാണ് കേട്ടോ. ലിവിങ് ഓർഗാനിസത്തിൽ കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിന്തസൈസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോകെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എന്താ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറഞ്ഞാല്? ഓക്കെ, ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ വരുന്ന കുറച്ച് മേജർ പാത്വേസ് ആണ് ഈ പറയുന്ന ഗ്ലൈക്കോളിസിസും സിട്രിക് ആസിഡ് സൈക്കിളും ഗ്ലൂക്കോനിയോജെനിസിസും ഗ്ലൈക്കോജെനോളിസിസ്, ഗ്ലൈക്കോജെനസിസ്. ഇതൊക്കെ കുറച്ച് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ഒരു 10 ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് എന്താന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ പാത്വേനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്.
ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പാത്വേയിലേക്ക് കടക്കാം. ഗ്ലൈക്കോളിസിസ് ആണ് ഫസ്റ്റ് പാത്വേ, അതിലേക്ക് കടക്കാം. സോ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ, നമ്മളെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ ഈ ഗ്ലൂക്കോസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് വഴി പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഓക്സിഡേഷൻ ഗ്ലൂക്കോസ് ഒരുപാട് റിയാക്ഷൻസ്, ഒരു സിംഗിൾ റിയാക്ഷനിൽ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവില്ല. നമ്മളെ ബോഡിയിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് ഒരുപാട് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്ത് ഒരുപാട് എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഗ്ലൂക്കോസ് പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ആവുന്നു. സോ ഡ്യൂറിങ് ദാറ്റ് ഓക്സിഡേഷൻ, ഇത്രയും സീക്വൻസസ് ഓഫ് റിയാക്ഷൻ നടന്ന് ഓക്സിഡൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും? എനർജി പ്രൊഡക്ഷൻ, ATPന്റെ ഫോമില് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ ആ ATP ഉപയോഗിച്ചാണ് നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നമ്മളെ ബോഡിയിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പ്രോസസ്സിനെല്ലാം എനർജി വേണം. ബേസിക് ആയിട്ട് നമുക്ക് എനർജി കിട്ടുന്ന ഒന്നാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് മൈറ്റോകോൺട്രിയ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഇലക്ട്രോ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ വഴിയോ എന്താ പറയാ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക്കലി ഗ്ലൈക്കോളിസിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പാത്വേ ഫോർ എനർജി പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, യൂണിവേഴ്സൽ പാത്വേ ആണ് എല്ലാ ലിവിങ് സെൽസിലും നടക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഇത് ഒറ്റ റിയാക്ഷനിലല്ല ഗ്ലൂക്കോസ് പൈറുവേറ്റോ ലാക്ടേറ്റോ ആവുന്നത്. ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് എൻസൈംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്ലൈക്കോളിസിസിൽ വേണ്ട എൻസൈംസ് ഒക്കെ നമുക്ക് സെല്ലിന്റെ സൈറ്റോസോളിലാണ് കാണാൻ പറ്റുക. സോ എല്ലാ സെല്ലുകളിലും, ഓൾമോസ്റ്റ് എല്ലാ സെല്ലിലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്. ബട്ട് അത് എവിടെയായിരിക്കും? സെല്ലിന്റെ എവിടെയായിരിക്കും നടക്കുന്നത്? സൈറ്റോസോളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് നടക്കുന്നുണ്ടാവാം. പിന്നെ പറയാനുള്ളത്, ഒരു ഗ്ലൈക്കോളിസിസിന് ഒരു മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഇസ് എംഡൻ മേയർഹോഫ് പാത്വേ എന്ന് പറയുന്നത് കൂടെ നമുക്ക് ഗ്ലൈക്കോളിസിസിനെ പറയാം. കാരണം രണ്ട് ബയോകെമിസ്റ്റ് ഈ ഒരു ഗ്ലൈക്കോളിസിസിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള രണ്ട് ബയോകെമിസ്റ്റിന്റെ ഓണറിൽ നമ്മൾ ഈ ഗ്ലൈക്കോളിസിസിനെ എംഡൻ മേയർഹോഫ് പാത്വേ എന്നും കൂടെ പറയും. ഓക്കെ, ക്ലിയർ അല്ലേ എന്താ ഗ്ലൈക്കോളിസിസ് എന്നുള്ളത്? ഇനി നമുക്ക് ഗ്ലൈക്കോളിസിസിന്റെ സാലൈൻ ഫീച്ചേഴ്സ് എന്താന്ന് നോക്കാം. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവല്ലോ ഒരു പ്രോസസ്സിന്റെ, അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്ലൈക്കോളിസിസിന്റെ സാലൈൻ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബോഡിയിൽ എല്ലാ സെല്ലുകളും, ലിവർ സെൽ ആയിക്കോട്ടെ, മസിൽസ് ആയിക്കോട്ടെ, എല്ലാ സെല്ലുകളും എന്ത് നടക്കുന്നുണ്ട്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയായിരുന്നു? സൈറ്റോസോളിലെ എല്ലാ സെല്ലിന്റെയും സൈറ്റോസോളിലാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഗ്ലൈക്കോളിസിസ് നമുക്ക് ഓക്സിജന്റെ ആബ്സെൻസിലും നടക്കും, ഓക്സിജന്റെ പ്രസൻസിലും നടക്കും. അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലൈക്കോളിസിസ് നടക്കുന്നെങ്കിൽ നമ്മൾ അതിനെ എയറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയും. ആൻഡ് അനേറോബിക് കണ്ടീഷൻസിൽ ഓക്സിജൻ ഒന്നും ഇല്ലാത്ത സമയത്ത് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ നടക്കുന്നതിനെയാണ് നമ്മൾ അനേറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ അടുത്തത്, ഈ പോയിന്റ്സ് രണ്ടും ക്ലിയർ അല്ലേ? എല്ലാ സെല്ലുകളിലും നടക്കും, സെല്ലിന്റെ സൈറ്റോസോളില്. പിന്നെ എന്താണ്? ഓക്സിജന്റെ ആബ്സെൻസിലും പ്രസൻസിലും നടക്കും. ദെൻ അടുത്തതായിട്ട് മൈറ്റോകോൺട്രിയ ഉള്ള ഒരു ടിഷ്യൂ, മൈറ്റോകോൺട്രിയ ഉള്ള ടിഷ്യൂസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഉണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ ഉണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മൈറ്റോകോൺട്രിയ ഇല്ലാത്ത ഒരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക, അതിൽ എന്തായിരിക്കും? ATP സിന്തസൈസ് ചെയ്യാനുള്ള മേജർ പാത്വേ, ATP സിന്തസൈസ് ചെയ്യാനുള്ള മേജർ പാത്വേ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. അപ്പൊ മൈറ്റോകോൺട്രിയ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗ്ലൈക്കോളിസിസ് മാത്രമേ എന്തുള്ളൂ? ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ പാത്വേ ആയിട്ട് നമ്മളെ ബോഡിയിലുള്ളൂ. ഓക്കെ, ദെൻ ബ്രെയിനിന്റെ കേസ് എടുക്കുക. ബ്രെയിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിൽ ന്യൂറോൺസ് നമുക്കിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബ്രെയിനിന്റെ ന്യൂറോൺസ് ആണ് അല്ലെ? ഈ ന്യൂറോൺസ് സിഗ്നലിംഗ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? സിഗ്നലിംഗ് അണ്ടർഗോ ചെയ്തിട്ട് പല പല കമ്മ്യൂണിക്കേഷൻസ് ആണ് നടത്തുന്നത്. നമുക്കറിയാം, നമ്മളിങ്ങനെ എന്താ പറയാ, ഒരിപ്പം ഒരു ചൂടുള്ള ഒരു എന്തെങ്കിലും ഒരു വെസലിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും അല്ലെ? നമുക്ക് ആ ചൂട് തട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവരിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്? നമ്മളെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാണ്. നമ്മൾ ചൂടുള്ളപ്പോൾ കൈവരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളും എന്നുള്ളത് മനസ്സിലായി? ആ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിഗ്നലിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി വേണം. സോ അവർ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് മെയിൻലി അവരെന്താണ്? ഗ്ലൂക്കോസിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എനർജിക്ക് വേണ്ടി. സോ ഗ്ലൈക്കോളിസിസ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ബ്രെയിൻ ടു വർക്ക് പ്രോപ്പർലി. ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഗ്ലൈക്കോളിസിസ് തന്നെ അവിടെ നല്ല രീതിക്ക് നടക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഞാനിപ്പോ പറഞ്ഞു ഗ്ലൈക്കോളിസിസ് പാത്വേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ഇപ്പൊ നമ്മൾ ഗ്ലൈക്കോളിസിസ് പാത്വേ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ ഗ്ലൈക്കോളിസിസ് പാത്വേ നടത്തുകയാണ്. ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്, കണ്ടോ? ഇത്രയും റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ റിയാക്ഷനും നടക്കുന്ന സമയത്ത് നോക്കാം, ഓരോ റിയാക്ഷനും നടക്കുമ്പോൾ നോക്കുക, കണ്ടോ? ഇത്രയും റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോ കോമ്പൗണ്ട്സ് ഒരുപാട്. ഒരു ഗ്ലൂക്കോസ്, ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ആവുന്ന സമയത്ത് അതിന് ഇൻ ബിറ്റ്വീൻ ഇത്രയും കോമ്പൗണ്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും കോമ്പൗണ്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പറയുന്ന ഇത്രയും കോമ്പൗണ്ട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാകും? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സബ്സ്റ്റൻസും മറ്റൊരു പാത്വേ നടത്താൻ, അതാണ് ഈ പോയിന്റ് പറയുന്നത്. മറ്റൊരു പാത്വേ നടത്താൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സ് ആണ് ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ. ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഓരോ കോമ്പൗണ്ടും മറ്റൊരു പാത്വേ നടത്താൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ആവാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പാത്വേ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാഞ്ച് പോയിന്റ് ആണെന്നും കൂടെ നമുക്ക് എന്ത് പറയാം? ഗ്ലൈക്കോളിസിസിനെ പറയാം. ഓക്കെ, ദെൻ ഗ്ലൈക്കോളിസിസ് നമ്മളൊരു സിംഗിൾ റിയാക്ഷനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ADP ആൻഡ് PI യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് എന്താവുന്നു? അവര് ലാക്ടേറ്റ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഗ്ലൈക്കോളിസിന്റെ റിയാക്ഷൻസിലേക്ക് പോകാം. ഗ്ലൈക്കോളിസിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ആ പാത്വേയിലേക്ക് നമുക്ക് പോകാം. ഈ റിയാക്ഷനിൽ നമ്മൾ 3 ഫേസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ? അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം എനർജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിയാക്ഷനിൽ, ഈ ഫേസിൽ നടക്കുന്ന ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസിൽ എനർജി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, ഇനി സ്പ്ലിറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിന്റെ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. മറ്റ് 2 സബ്സ്റ്റൻസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് ഈ സ്പ്ലിറ്റിംഗ് ഫേസിൽ നടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് എനർജി ജനറേഷൻ ഫേസ് ആണ്. അപ്പൊ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? അതാണ് എനർജി ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ എനർജി ജനറേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എനർജി ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇത്രയാണ് ഇതിന്റെ ഫേസസിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫേസിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓരോ ഫേസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതാണ് ആ കംപ്ലീറ്റ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവുന്നത് ഇത്രയും റിയാക്ഷൻസ് ഇവിടെ നടന്നിട്ടാണ്. അതില് ഇവിടെ ഇത്രയും ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് വരെ ആവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. എന്താണ്? എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ആണ്. ഇപ്പം എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ ഫോം ചെയ്തിട്ട് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റ് 2 ആൾക്കാരാവാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ഫേസ്. ഏതാണ്? സ്പ്ലിറ്റിംഗ് ഫേസ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ് എനർജി ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന ഈ റിയാക്ഷനും അതേപോലെ തന്നെ ഈ ലാസ്റ്റ് നടക്കുന്ന ഈ റിയാക്ഷനിലുമാണ് എന്ത് സംഭവിക്കുന്നുണ്ടാവുക? നമുക്ക് ATP പ്രൊഡക്ഷൻ ഉണ്ടാവുക. സോ ദിസ് ഇസ് നോൺ ആസ് 4 ATP ആണ് മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് നമുക്ക് ഓരോ ഫേസസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പറഞ്ഞു പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഓരോ റിയാക്ഷൻസും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം പിന്നെ നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. ഇതാണ് ആ റിയാക്ഷൻ. അത് നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ട് പറയുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആവുക. സ്ട്രക്ചർ ബൈഹാർട്ട് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കുക. എന്നിട്ട് ഈ റിയാക്ഷൻ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കിയിട്ട് റിയാക്ഷൻ വെച്ച് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഗ്ലൂക്കോസ് ഉണ്ട്, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ 6th പൊസിഷനിലേക്കാണ് ഫോസ്ഫേറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ആദ്യം നമ്മൾ ഫോസ്ഫേറ്റ് കൊടുക്കുന്നു, പിന്നെ അത് ഫ്രക്ടോസിലേക്ക് മാറ്റുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ റിയാക്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കുക. എന്നിട്ട് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വേർഡ്സിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ്. ഓക്കെ,
ഇതാണ് നമ്മളെ ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലെ. 6 കാർബൺ ആറ്റം വരുന്ന ഒരു മോണോസാക്കറൈഡ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് ഗ്ലൂക്കോസിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഗ്ലൂക്കോസിലേക്ക് നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് റിയാക്ഷൻ. അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗ്ലൂക്കോകൈനേസസ് എന്ന് പറയുന്ന എൻസൈം. ഹെക്സോകൈനേസസ് എന്ന് പറഞ്ഞാൽ കൈനേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ കൈനേസസ് എന്ന് പറയുന്നത് അല്ലെ. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. അപ്പൊ കൈനേസസ് എന്ന് പറയുന്ന എൻസൈം ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് കൈനേസസ്. കോമൺ ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനേസസ് എന്നുള്ളത്. അപ്പൊ ഹെക്സോകൈനേസ് പറഞ്ഞാൽ ഹെക്സോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 കാർബൺ ആറ്റം വരുന്നവരെയാണ് ഹെക്സോസസ് എന്ന് പറയാം. അപ്പൊ 6 കാർബൺ ആറ്റം വരുന്ന എന്തിലേക്കെങ്കിലും, ഗ്ലൂക്കോസ് എന്നില്ല, ഏതെങ്കിലും ഫ്രക്ടോസ് ആയിക്കോട്ടെ, മാനോസ്, ഏതിലേക്കെങ്കിലും നമുക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹെക്സോകൈനേസസ് എൻസൈംസ് ഉണ്ട്. ഗ്ലൂക്കോസിന് സ്പെസിഫിക്കലി ആണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോകൈനേസസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോകൈനേസസ് എന്ന് പറയുന്ന എൻസൈം നമ്മളെ ബോഡിയിൽ മുന്നേ ഗ്ലൈക്കോളിസിസ് ഒക്കെ നടന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ATPയിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആർക്ക് കൊടുക്കും? ഗ്ലൂക്കോസിന്റെ 6th പൊസിഷനിലേക്ക്. ഇതാണ് ഗ്ലൂക്കോസിന്റെ 6ാമത്തെ പൊസിഷൻ. ഇതിലേക്ക് കൊടുക്കും. കണ്ടില്ലേ? 6ാമത്തെ പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുത്തു. അപ്പൊ ATPയിൽ നിന്നുമാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതാണ് പറഞ്ഞത് എനർജി ഇൻവെസ്റ്റ്മെന്റ്. കണ്ടോ, ഇവിടെ ഈ എനർജിയിൽ നിന്നുള്ള ഈ ATP എന്ന് പറയുന്ന എനർജിയിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. വെച്ചാൽ ആ ATP അവിടെ യൂസ്ഡ് അപ്പ് ആയി. മനസ്സിലായോ? ATP അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഈ എനർജി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് ഫോസ്ഫേറ്റ് ഇവിടേക്ക് കൊടുക്കാൻ പറ്റിയത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ATP എനർജി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ATP എന്നൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എടുത്തതിന് ATP എന്ന് പറഞ്ഞാൽ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഈ TP എന്ന് പറയുന്നത് ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അതിൽ നിന്നൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോയാൽ എന്താകും? ADP ആയിട്ട് മാറും അല്ലെ. ഡൈഫോസ്ഫേറ്റ് രണ്ടെണ്ണമായിട്ട് മാറും. അപ്പൊ ഒന്ന് പോയാൽ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അവിടെ. അപ്പൊ ATP ADP ആയിട്ട് മാറി. ഗ്ലൂക്കോസിന്റെ 6th പൊസിഷനിൽ ഫോസ്ഫേറ്റ് കൊടുത്തപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഈ റിയാക്ഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഗ്ലൂക്കോസിൽ പ്രസന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരുന്നു? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ? ആൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് പകരം കീറ്റോണിക് ഗ്രൂപ്പ് വരുന്ന ആളാണ് ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് പകരം കീറ്റോണിക് ഗ്രൂപ്പ് വരുന്ന ആളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും അതുകൊണ്ട് നമുക്ക് ഐസോമേഴ്സ് എന്ന് പറയാം. കാരണം ഇവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. 6 കാർബൺ ആറ്റംസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2, 4, 6, 8, 9, 10, 11 കാർബൺ ആറ്റംസ് ഉണ്ട്. ഏതില്? ഗ്ലൂക്കോസിലാണെങ്കിലും ഫ്രക്ടോസിലാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2, 4, 5. ഓക്കെ, C6H11O5. അതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസിന്റെയും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷെ എന്താണ് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. എന്തുകൊണ്ടാണ് സ്ട്രക്ചർ ഡിഫറെന്റ്? കണ്ടില്ലേ? ഈ സ്ട്രക്ചറിൽ ഇവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇവിടെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്, ഇവിടെ എന്താണ്? കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഇവിടെ കീറ്റോണിക് ഗ്രൂപ്പ്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. സോ അവരെ നമുക്ക് ഐസോമേഴ്സ് എന്ന് പറയാം. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഐസോമറൈസസ് എൻസൈംസ് യൂസ് ചെയ്യാം. ഗ്ലൂക്കോസിനെ നമുക്ക് നേരെ ഫ്രക്ടോസ് ആക്കി മാറ്റാൻ പറ്റും. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പകരം കീറ്റോണിക് ഗ്രൂപ്പ് മാത്രം വന്നാൽ മതി. മനസ്സിലായോ? അപ്പൊ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഇവിടെ ഫോം ചെയ്തു. ഈ എൻസൈം ഡയറക്റ്റ്ലി അതിനകത്താക്കും. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ പോണത്? നമ്മൾ അടുത്ത എനർജി യൂസ് ചെയ്യാൻ, അടുത്ത ATP എനർജി യൂസ് ചെയ്തിട്ട് ഈ ഇപ്പം പറഞ്ഞ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കും കൂടെ ഇവിടേക്കും കൂടെ നമ്മൾ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇവിടേക്കും കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഫോസ്ഫോ ഫ്രക്ടോകൈനേസസ് ആണ്. അതുകൊണ്ടാണ് കൈനേസസ് എന്തായിരുന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നവരാണ്. സോ ഫോസ്ഫോ ഫ്രക്ടോകൈനേസസ് എന്ന് പറയുന്ന എൻസൈംസ് ATPയിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊടുത്തു. അപ്പോൾ 6th പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും ഫ്രക്ടോസിന്റെ 6th പൊസിഷനിലും ഫോസ്ഫേറ്റ് ഉണ്ട്, ഫസ്റ്റ് പൊസിഷനിലും ഫോസ്ഫേറ്റ് ഉണ്ട്. സോ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസിന്റെ 6th പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റിനെ കൊടുത്തു. അവിടെ ഒരു എനർജി യൂസ്ഡ് അപ്പ് ആയി, ATP.
ATP യൂസ്ഡ് ആയി. ഇവിടെ സെക്കൻഡ് ATPയും യൂസ്ഡ് ആയി. മനസ്സിലായോ? അതാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ്. എനർജി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഇവരിവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യല്ല, എനർജി അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് ആദ്യത്തെ ഫേസിലുള്ള റിയാക്ഷൻസ് നടക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സംതിങ് നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഫേസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫേസിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഫേസ്. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ കോമ്പൗണ്ട് ഏതായിരുന്നു? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് അല്ലെ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിരുന്നു ഇപ്പൊ ഉണ്ടായത്. അപ്പൊ അതെന്ത് ചെയ്യും? സ്പ്ലിറ്റിംഗ് ഫേസിലേക്ക് എൻ്റർ ചെയ്യും. സ്പ്ലിറ്റിംഗ് ഫേസിൽ ഇതാണ് നടക്കുന്നത്. അത് നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ട് പറയാം. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിന്റെ സ്ട്രക്ചർ ഓർമ്മ വേണേ, മുന്നേ എവിടെയെങ്കിലും വരച്ചു വെക്കുക, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിന്റെ ഇനി ആൽഡോളൈസിസ് എന്ന് പറയുന്ന എൻസൈം, സ്പ്ലിറ്റിംഗ് ഫേസ് ആണ് ഈ പറയുന്നത്. ഞാൻ സ്ട്രക്ചർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിന്റെ ആൽഡോളൈസിസ് എന്ന് പറയുന്ന എൻസൈംസ് നടുക്ക് ക്ലീവ് ചെയ്യും. ഓക്കെ, 6 കാർബൺ ആറ്റം ഉള്ള ഒരു സാധനത്തിന്, ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട് ഉള്ള ഒരു സാധനത്തിന് നടുക്ക് വെച്ചിട്ട് പൊട്ടിച്ചാൽ എന്താകും? നടുക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്താൽ 3 കാർബൺ ആറ്റം ഉള്ള ഒരു കോമ്പൗണ്ടും 3 കാർബൺ ആറ്റം തന്നെയുള്ള മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ കട്ട് ചെയ്തു, ആൽഡോളൈസിസ് എന്ന് പറയുന്ന എൻസൈംസ്. അപ്പൊ എന്ത് ചെയ്തു? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ആകും. ഓക്കെ, 3 കാർബൺ ആറ്റംസ് ആണ് ഇതിലുള്ളത്, 3 കാർബൺ ആറ്റംസ് ആണ് ഇതിലുള്ളത്. മനസ്സിലായോ? ഇത് രണ്ടും നോക്കി, ഇത് രണ്ടും ഐസോമേഴ്സ് ആണോ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഐസോമേഴ്സ് ആണോ? ആണല്ലേ? നോക്കാം, 3 കാർബൺ ആറ്റംസ് ആണ്, 3 ഓക്സിജൻ ആറ്റംസ് ആണ് രണ്ടിലുള്ളത്. പിന്നെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2, 3, 4, 5 ഹൈഡ്രജൻ ആറ്റംസ്. സെയിം മോളിക്യൂൾ ആണ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഏത് ഗ്രൂപ്പാണ്? CHO ഗ്രൂപ്പ്, ആൽഡിഹൈഡിക് ഗ്രൂപ്പ്. ഇവിടെയോ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, ദാറ്റ് ഇസ് കീറ്റോണിക് ഗ്രൂപ്പ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഐസോമറൈസിസ് എൻസൈംസ് യൂസ് ചെയ്താൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ആക്കാം, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആക്കാം അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ഫേസ്? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഫേസിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. രണ്ടെണ്ണായിട്ട് ഇതാക്കും. പക്ഷെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ഇനി ബാക്കി, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അല്ല, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. എനർജി ജനറേഷൻ ഫേസിലേക്ക് പോകാം. അപ്പൊ ഇപ്പം സ്പ്ലിറ്റിംഗ് ഫേസിൽ ഫോം ചെയ്തിട്ടുള്ള ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് റിയാക്ഷൻ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഇവിടെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഫോം ചെയ്തിട്ടില്ലായിരുന്നോ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് നേരത്തെ ഫോം ചെയ്തിട്ടില്ലേ? അതും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഐസോമേഴ്സ് അല്ലേ? സോ ഐസോമറൈസസ് എൻസൈംസ് യൂസ് ചെയ്ത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ കൂടെ നമുക്ക് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിലേക്ക് ഡീഹൈഡ്രോജനേസസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ഇനി ആക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ ഡീഹൈഡ്രോജനേസസ് എന്ന് പറയുന്ന എൻസൈംസ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക. റിഡോക്സ് റിയാക്ഷൻ എന്താ? റിഡോക്സ് റിയാക്ഷൻ റിഡക്ഷനും ഓക്സിഡേഷനും അവർക്ക് നടത്താൻ പറ്റും. അപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിനിങ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രജൻ മീൻസ് ഹൈഡ്രൈഡിന്റെ ഗെയിനിങ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? റിഡക്ഷൻ എന്ന് പറയും. ഹൈഡ്രൈഡിന്റെ ഗെയിനിങ്. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല്? ഒരു കോമ്പൗണ്ടിൽ നിന്നും എന്തിന്റെ റിമൂവൽ ആണ്? ഹൈഡ്രജന്റെ ലോസ് ആണ്. ഓക്കെ, ഒരു കോമ്പൗണ്ടിൽ നിന്നും ഹൈഡ്രജന്റെ ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ റിഡക്ഷൻ ഓക്സിഡേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഡീഹൈഡ്രോജനേസിന് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡീഹൈഡ്രോജനേസിസ് കാറ്റലൈസ് ചെയ്യുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ആൻഡ് ഡീഹൈഡ്രോജനേസിന് ആക്ട് ചെയ്യണമെങ്കിൽ NAD+ അല്ലെങ്കിൽ NADH കോഫാക്ടേഴ്സ് ആയിട്ട് വേണം. ഓക്കെ, നോക്കാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസസ് എന്ന് പറയുന്ന എൻസൈംസ്
ഈ ഫസ്റ്റ് പൊസിഷനിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ഇതിന്റെ എന്താ പറയുക, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന്റെ എന്താ ഇവിടെ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈഡ്രജന്റെ ലോസ് അല്ലെ ഹൈഡ്രേറ്റിന്റെ ലോസ് ആണ്. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നടത്തി ഹൈഡ്രൈഡിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഡീഹൈഡ്രോജനേസസ് എൻസൈംസ് ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് ആരെ കൊടുക്കും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുക്കും. ഓക്കെ, അവർക്ക് അത് ഇവിടെ ATP യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ഇവർ ഡയറക്ട്ലി ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസസ് എന്ത് ചെയ്യാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് ലോസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇല്ലേ, ഈ ഹൈഡ്രജനെ ഇവരുടെ കോഫാക്ടർ എടുത്തോളും. NADH അതിനെ എടുത്തോളും. ഓക്കെ, NADH അതിനെ എടുത്തിട്ട് NAD+ അതിനെ എടുത്തിട്ട് NADH ആകും. NAD+ലേക്ക് ഒരു ഹൈഡ്രജനും കൂടെ വന്നാൽ എന്താകും? NADH ആവും. ഓക്കെ, ഇവിടെ ഒരു NADH അല്ല, 2 NADH ആണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് ലാസ്റ്റ് നമുക്ക് പറയാനുണ്ട്. 2 NADH ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് അത് പറയാനുണ്ട്. നമ്മൾ എനർജി പ്രൊഡക്ഷൻ പറയില്ലേ, എത്രത്തോളം ATP ഫോം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് നോക്കാനുണ്ട്. ഓക്കെ, 2 NADH ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം, എന്നാലേ ലാസ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇവിടെ നടന്ന കാര്യം? ഡീഹൈഡ്രോജനേസസ് എൻസൈംസ് റിഡോക്സ് റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്തത്. അപ്പം ഈ റിഡോക്സ് റിയാക്ഷൻസിൽ അവരെന്താ ചെയ്തേ? ഓക്സിഡേഷൻ ചെയ്തു. ഏത് എന്താ പറയുക റിയാക്ഷൻ ആണ് ഇവിടെ ഇപ്പൊ നടത്തിയിട്ടുള്ളത്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ റിമൂവൽ ആണ്. സോ ഇവിടെ ഹൈഡ്രജൻ റിമൂവ് ആവുകയും ആ പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് വരുന്നത്. റിമൂവ് ആയിട്ടുള്ള ഹൈഡ്രജൻ NAD+ എടുത്തിട്ട് 2 NADH ഇവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പൊ നോക്കാം, ഇതിലേക്ക് ഹൈഡ്രജൻ പോയിട്ട് ആ പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് വന്നു. സോ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഫോസ്ഫേറ്റ് ഉണ്ട്. പകരം ഇവിടെ ഹൈഡ്രജൻ പോയ സമയത്ത് ഗ്ലിസറാൽഡിഹൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഗ്ലിസറേറ്റ് ആയിട്ട് മാറി. ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 1,3-ബിസ്ഫോസ്ഫേറ്റ്. ഓക്കെ, സോ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ റിയാക്ഷൻ? ഓക്കെ, ഇനി നോക്കാം. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ATP പ്രൊഡ്യൂസിങ് റിയാക്ഷൻ. എന്താണ്? ഫസ്റ്റ് ATP പ്രൊഡ്യൂസിങ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കാൻ പോണത്. 2 ATP ആണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവാം. ഓക്കെ, 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസസ് എന്ന് പറയുന്ന എൻസൈംസ്. കൈനേസസ് എന്തായിരുന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നവര്. ഈ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോസ്ഫേറ്റിനെ ആർക്കാ കൊടുക്കുന്നത്? ഇവര് ADPക്ക് കൊടുക്കുന്നു. ADPക്ക് കൊടുത്തു കഴിഞ്ഞാൽ ADP എന്തായിട്ട് മാറും? ADP എന്ന് പറഞ്ഞാൽ ഡൈഫോസ്ഫേറ്റ് ആണ്. അതിലേക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ വരുമ്പോൾ എന്താകും? ട്രൈഫോസ്ഫേറ്റ്. ATP ഫോം ചെയ്തില്ലേ? സോ ഫസ്റ്റ് ATP ഫോം ചെയ്തു. ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഏത് റിയാക്ഷൻ ആണ് ഫസ്റ്റ് ATP ഫോം ചെയ്യുന്നതെന്നും എത്ര ATP ആണ് ഫോം ചെയ്തത്? 2 ATP ആണ്. ബിക്കോസ് പെർ ഗ്ലൂക്കോസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫസ്റ്റ് ഒരു ഗ്ലൂക്കോസ് അല്ലേ ഉണ്ടായത്. പെർ ഗ്ലൂക്കോസ് നമുക്ക് 2 ATP ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ 2 ATP ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ Mg2+ കൊടുത്താൽ എന്താ അറിയോ? ഈ കൈനേസസിനെല്ലാം ആക്ട് ചെയ്യണമെങ്കിൽ കോഫാക്ടർ ആയിട്ട് Mg2+ വേണം. ഓക്കെ, സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, 2 ATPs ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 NADH ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 ATP ഫോം ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഈ കോമ്പൗണ്ട് എന്തായി? ഫസ്റ്റ് പൊസിഷനിൽ ഫോസ്ഫേറ്റ് പോയാൽ പിന്നെ തേർഡ് പൊസിഷനിൽ മാത്രമേ ഫോസ്ഫേറ്റ് ഉള്ളൂ. സോ ദ കോമ്പൗണ്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. അപ്പൊ ഇപ്പൊ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്തില്ലേ? 2 ATP ഫോം ചെയ്തു. ഓക്കെ, ഇനി ഈ തേർഡ് പൊസിഷനിലുള്ള ഫോസ്ഫേറ്റിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിനെ മീൻസ് ഒരു സബ്സ്റ്റൻസും തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫറിങ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മ്യൂട്ടേസസ്. ഓക്കെ, അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് തേർഡ് പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നതാണ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. ക്ലിയർ ആണോ? അപ്പം 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്തു. ഓക്കെ, ഇപ്പൊ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ട്. ഇനി 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്നും വാട്ടർ മോളിക്യൂളിന്റെ റിമൂവൽ ആണ് അടുത്ത് നടക്കുന്നത്. ഈ OHും ഈ Hും കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ഇസ് റിമൂവ്ഡ് ബൈ ദി ഹെൽപ്പ് ഓഫ് ദി എൻസൈം എനോളൈസിസ്. എനോളൈസിസ് എൻസൈംസ് ഈ 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യുന്നു. സോ വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്ത ഇപ്പൊ അവിടെ ഫോം ചെയ്ത കോമ്പൗണ്ട് ആണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഓക്കെ, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്.
ഓക്കെ, ഇനി പൈറുവേറ്റ് കൈനേസസ്, ഇനി നമ്മള് സെക്കൻഡ് എ ടി പി പ്രൊഡ്യൂസിങ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയും രണ്ട് എ ടി പി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ എന്താണ്, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിൽ നിന്നും സെക്കൻഡ് പൊസിഷനിൽ അവരെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ പൈറുവേറ്റ് കൈനേസസ് എന്ന് പറയുന്ന എൻസൈംസ് ആരിലേക്ക് കൊടുക്കുന്നു, അടുത്ത എ ടി പിയിലേക്ക് എ ഡി പിയിലേക്ക് കൊടുക്കുന്നു. സോ എ ഡി പിയിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എ ടി പി ഫോം ചെയ്യുന്നു. നമുക്ക് ഇവിടെയും രണ്ട് എ ടി പി ഫോം ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എൻസൈം പൈറുവേറ്റ് കൈനേസസ്. അപ്പൊ ഫോസ്ഫോയിനോട് പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോയാൽ ഇവർ ആരായിട്ട് മാറി, പൈറുവേറ്റ്. പക്ഷെ ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള ഈ പൈറുവേറ്റ് ഉണ്ടല്ലോ, ഇത് ഇനോളിക് ഫോം ആണ്. മീൻസ് കംപ്ലീറ്റ്ലി അവർ അൺസ്റ്റേബിൾ ആണ്. അവർക്ക് അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. സോ സ്പോണ്ടേനിയസ്ലി അവരെന്താകും, സ്റ്റേബിൾ ആയിട്ടുള്ള പൈറുവേറ്റ് കീറ്റോ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? So now this glucose is converted to pyruvate. ഇവിടെ രണ്ട് NADH ഫോം ചെയ്തു, രണ്ട് ATP ആൻഡ് രണ്ട് ATP. കണ്ടില്ലേ, നമുക്ക് എനർജി കിട്ടിയില്ലേ? അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഇനി ഈ പൈറുവേറ്റിനെ നമുക്ക് ലാക്ടേറ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഡീഹൈഡ്രോജനേസസ് എൻസൈംസ് എന്ത് റിയാക്ഷൻ ആയിരുന്നു കാറ്റലൈസ് ചെയ്യുന്നത്, റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടത്തി, ഇവിടെ ഇത് റിഡക്ഷൻ ആണ് നടത്തുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെയിനിങ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. സോ അവരെ കോഫാക്ടർ ആയിട്ടുള്ള NADH നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ പൈറുവേറ്റിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് കൊടുക്കുന്നു. അപ്പം പൈറുവേറ്റ് ലാക്ടേറ്റ് ആയിട്ട് മാറും. NADH നിന്ന് ഹൈഡ്രജൻ പോയാൽ NADH NAD+ ആയിട്ട് മാറും. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസസ് എൻസൈംസ്. ക്ലിയർ അല്ലേ ഈ റിയാക്ഷൻ? ഇത്രയും ക്ലിയർ അല്ലേ? എനർജി ജനറേഷൻ ഫേസും എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസും സ്പ്ലിറ്റിംഗ് ഫേസും ആ ഫേസസ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒന്നും കൂടെ പറയാട്ടോ, ലാസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഇനി ഓർത്ത് വെക്കേണ്ട കാര്യം, ഇപ്പം ഇവിടെ രണ്ട് NADHന്റെ കാര്യം ഓർത്ത് വെക്കാം. ഫോം ചെയ്ത രണ്ട് NADH, ഇവിടെ രണ്ട് ATP കേട്ടോ, രണ്ട് ATP, ദെൻ ഇവിടെയും രണ്ട് ATP. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എവിടേക്ക് എനർജി, ഇത് നമ്മൾ NADHനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് അവിടെ ഓർത്ത് വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കണേ. രണ്ട് NADH ഇവിടെ ഫോം ചെയ്തു, രണ്ട് ATP ഇവിടെയും, രണ്ട് ATP ഇവിടെയും. ഇത് ഏത് റിയാക്ഷൻ ആണെന്നും എത്രയാ ഫോം ചെയ്തതെന്നുള്ളതും ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ടോട്ടൽ ATP പ്രൊഡക്ഷൻ എത്രയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് ഓർമ്മയുണ്ടല്ലോ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അതിലേക്ക് പോവാം. ATP പ്രൊഡക്ഷൻ, ടോട്ടൽ ATP പ്രൊഡക്ഷൻ ഗ്ലൈക്കോളിസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നോക്കാം. നമ്മൾ ഒരു NADHന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എവിടെയായിരുന്നു? ഫസ്റ്റ് റിയാക്ഷനിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന്റെ റിയാക്ഷനിൽ ഇവിടെ പറഞ്ഞിട്ടില്ലേ NADHന്റെ കാര്യം? എത്ര NADH ആയിരുന്നു ഫോം ചെയ്തേ? രണ്ട് NADH അല്ലെ? രണ്ട് NADH ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഒരു NADH ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസ് അണ്ടർഗോ ചെയ്താൽ 3 ATP അല്ലെങ്കിൽ 2.5 ATP, 3 ATP അല്ലെങ്കിൽ 2.5 ATP, ഓക്കെ 3 ATP അല്ലെങ്കിൽ 2.5 ATPs ആണ് അവര് ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു NADH എന്ന് പറയുന്നത്, ഒരു NADH 3 ATP അല്ലെങ്കിൽ 2.5 ATPs ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ? അവർ ഇപ്പൊ ഫോം ചെയ്ത NADH ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എൻ്റർ ചെയ്തിട്ട് 3 ATPs അല്ലെങ്കിൽ 2.5 ATPs ഉണ്ടാക്കും. നമ്മളെ കേസിൽ നമുക്ക് രണ്ട് NADH ആയിരുന്നു ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്തത്. അപ്പൊ രണ്ട് NADH ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കയറിയിട്ട് എത്ര ഉണ്ടാക്കും? ഒരു ATP 3 അല്ലെങ്കിൽ 2.5 ATP. അപ്പം രണ്ട് NADH എത്ര ഉണ്ടാക്കും? 3 into 2 6 or 2.5 into 5. ഓക്കെ, അതാണ് ഇത്. ഓക്കെ, നമ്പർ ഓഫ് ATP സിന്തസൈസ്ഡ് 6 അല്ലെങ്കിൽ 5, 6 or 5 ATPs ഈ കേസിൽ ഫോം ചെയ്തു. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്തത്. ഇനി നമുക്ക് ഏത് റിയാക്ഷനിലായിരുന്നു രണ്ട് ATP ഫോം ചെയ്ത കാര്യം പറഞ്ഞ? ഏത് കേസായിരുന്നു അത്? എവിടെയായിരുന്നു രണ്ട് ATP ഫോം ചെയ്തത്? ഇവിടെയല്ലേ? ഇവിടെയാണ് ഫസ്റ്റ് ATP ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ രണ്ട് ATP കിട്ടി, ഈ റിയാക്ഷനിലും നമുക്ക് രണ്ട് ATP കിട്ടി. അത് ഓർത്ത് വെക്കണേ. ഈ റിയാക്ഷനിലാണ് രണ്ട് ATP കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം. അപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ 6 ATPന്റെ കാര്യം പറഞ്ഞു.
6 ATP എങ്ങനെയാ കിട്ടിയത് എന്നുള്ളത് പറഞ്ഞു. 2 NADH എന്നാണ്, 2 NADH ഇതിൽ എൻ്റർ ചെയ്തിട്ടാണ് 6 അല്ലെങ്കിൽ 5 ATPs ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ആദ്യത്തെ റിയാക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ 2 ATP ഡയറക്ട്ലി ഫോം ചെയ്ത കാര്യം പറഞ്ഞു. ഇവിടെയും 2 ATP, 2 റിയാക്ഷനായിട്ട് 2 ATP ഫോം ചെയ്തിട്ടില്ലേ? ഇപ്പൊ ടോട്ടൽ എത്ര ATP ഫോം ചെയ്തു? 6 + 2 + 2 10 ATP. ഓർ 5 ആണെങ്കിൽ 5 + 2 + 2 എത്രയാണ്? 9 ATP. ഓക്കെ, ഇത്രയാണ് ഫോം ചെയ്തത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എനർജി അങ്ങോട്ട് കൊടുത്തിട്ട് റിയാക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. ഈ കിട്ടിയ എനർജിയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അടുത്ത ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിൽ നിന്ന് 2 ATP യൂട്ടിലൈസ്ഡ് ആയിട്ടില്ലേ? അപ്പൊ -2. അപ്പൊ 10 - 2 എത്രയാണ്? 10 - 2 എത്രയാണ്? 8. ഓക്കെ, ഓർ 9 - 2 എത്രയാണ്? 7. അപ്പൊ ടോട്ടൽ ATP പ്രൊഡക്ഷൻ ആഫ്റ്റർ ഗ്ലൈക്കോളിസിസ് എത്രയാണ്? 8 ഓർ 7. ഓക്കെ, ഒരു ഗ്ലൈക്കോളിസിസ്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 8 അല്ലെങ്കിൽ 7 ATP. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 2 ടേംസ് ആണ് ഇനി പറയാനുള്ളത്. ദാറ്റ് ഈസ് പാസ്റ്റർ എഫക്റ്റ് ആൻഡ് ക്രാബ്ട്രി എഫക്റ്റ്. എന്താണ് പാസ്റ്റർ എഫക്റ്റ്, എന്താണ് ക്രാബ്ട്രി എഫക്റ്റ്? ഗ്ലൈക്കോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 ടേംസ് ആണ് പാസ്റ്റർ എഫക്റ്റും ക്രാബ്ട്രി എഫക്റ്റും. പാസ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൈക്കോളിസിസ് ആക്ച്വലി ഇൻഹിബിറ്റ് ആകും. ഇൻഹിബിറ്റ് ആവാന്ന് വെച്ചാൽ എന്താണ്? നിന്ന് പോവുക. ഓക്കെ, ഗ്ലൈക്കോളിസിസ് ഓക്സിജന്റെ പ്രസൻസിൽ ആക്ച്വലി ഗ്ലൈക്കോളിസിസ് ഇൻഹിബിറ്റ് ആകും. ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റിനെയാണ് നമ്മൾ പാസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാസ്റ്റർ എഫക്റ്റ് എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി മാക്സിമം, നമ്മളെ സെൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മാർട്ടാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ചാല് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിലേക്കാണ് അവർ പോവുക. അപ്പൊ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അവർ കൊടുക്കുക ആർക്കായിരിക്കും? മൈറ്റോകോൺട്രിയയ്ക്ക് ആയിരിക്കും. സോ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ സെല്ല് മൈറ്റോകോൺട്രിയ യൂസ് ചെയ്തിട്ടാണ് ATP പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് അവർക്ക് എന്താണ് ബെനഫിറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും. പക്ഷേ ഓക്സിജൻ, അപ്പം ആ സമയത്ത് എന്താവും? ഗ്ലൈക്കോളിസിസ് ഇൻഹിബിറ്റ് ആയി. ഓക്സിജന്റെ പ്രസൻസിൽ കൂടുതലും മൈറ്റോകോൺട്രിയനെ ഡിപ്പെൻഡ് ചെയ്ത് റിയാക്ഷൻ നടത്താനാണ് ശ്രമിക്കുക. മീൻസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടത്താനാണ് ശ്രമിക്കുക. ആ സമയത്ത് എന്തായിരിക്കും? ഗ്ലൈക്കോളിസിസ് ഇൻഹിബിറ്റ് ആവുന്നു. അതാണ് പാസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ പാസ്റ്റർ എഫക്റ്റ് എന്താന്ന്? അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൈക്കോളിസിസ് ഇൻഹിബിറ്റ് ആവുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ പാസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് മെയിൻ. അപ്പൊ എന്ത് ചെയ്യും? ഗ്ലൈക്കോളിറ്റിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്സ്, നമ്മുടെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് താഴോട്ട് ഉള്ള സബ്സ്റ്റൻസസ് ഒന്നും അവിടെ ഫോം ചെയ്യില്ല. ഓക്കെ, പക്ഷേ മുന്നേ കുറച്ച് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് വരെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഒക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കൂല. അപ്പൊ ഗ്ലൈക്കോളിസിസ് കംപ്ലീറ്റ് ആവില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഒരു എൻസൈമിന്റെ ഈ ഒരു എഫക്ട് പറയുന്നത് നമുക്ക് റെഗുലേഷനിലാണ് ആ ഒരു എഫക്ട് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു എഫക്റ്റിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രാബ്ട്രി എഫക്ട്. ക്രാബ്ട്രി എഫക്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ക്രാബ്ട്രി എഫക്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഓക്സിജന്റെ പ്രസൻസ് തന്നെ ഓക്സിജന്റെ കൺസപ്ഷൻ കുറയ്ക്കും. എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ യൂസ്ഡ് അപ്പ് ആക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞു ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിസിന് പകരം മൈറ്റോകോൺട്രിയ ഓക്സിജൻ എടുത്തിട്ട് ATP പ്രൊഡക്ഷൻ നടത്തും. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനോ വഴി മൈറ്റോകോൺട്രിയ റിയാക്ഷൻ നടത്തും എന്ന് പറഞ്ഞു. പക്ഷെ ക്രാബ്ട്രി എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെല്ലുകൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ചില സെല്ലുണ്ടാവും. നമ്മുടെ ഈസ്റ്റ് സെല്ലൊക്കെ ഇല്ലേ, ഈ സെൽസ് ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ കൂടിയും അവര് മൈറ്റോകോൺട്രിയ യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഗ്ലൈക്കോളിസിസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഓക്സിജൻ യൂസ്ഡ് അപ്പ് വെച്ചാല് മൈറ്റോകോൺട്രിയ ഓക്സിജൻ യൂസ് ചെയ്ത് ആ ATP പ്രൊഡക്ഷൻ നടത്തുന്നത് അവിടെ നടക്കൂല. സോ ATPനെ യൂസ്ഡ് അപ്പ് ആക്കുന്നത് എന്താക്കും? അവിടെ കുറയാണ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? സോറി, ഓക്സിജനെ യൂസ്ഡ് അപ്പ് ആക്കുന്നത് അവിടെ കുറയും. അതെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലൈക്കോളിസിസിനും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും രണ്ടിനും ആവശ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള സാധനമാണ് ഇനോർഗാനിക് ഫോസ്ഫേറ്റും NADH എന്ന് പറയുന്നത്. സോറി, NAD+ എന്ന് പറയുന്നത്.
അപ്പം അതാണ് NAD+ എന്ന് പറയുന്നത്. സോ ഈ ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് അവരിതെല്ലാം യൂസ് ചെയ്യും. അപ്പൊ പിന്നെ മൈറ്റോകോൺട്രിയക്ക് ഇത് കിട്ടുമോ? ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇതാണ് ക്രാബ്ട്രി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോളിസിസ് എയറോബിക് റെസ്പിറേഷൻ ഓക്സിജന്റെ പ്രസൻസിൽ തന്നെ എന്ത് സംഭവിക്കും? ചില സെല്ലുകൾ ഗ്ലൈക്കോളിസിസ് നടത്തും. അപ്പം എന്താക്കും? ഓക്സിജൻ യൂസ് ചെയ്ത് മൈറ്റോകോൺട്രിയക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓക്സിജന്റെ കൺസംഷൻ കുറയും, ഗ്ലൈക്കോളിസിസ് അവിടെ നടക്കും. ക്ലിയർ ആണോ ഈ രണ്ട് എഫക്റ്റും? ഓക്കെ, ക്ലിയർ അല്ലേ ഇന്ന് പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തായിരുന്നു? എന്താണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നുള്ളത് പറഞ്ഞു. പിന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ജസ്റ്റ് ഒരു പാത്തേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു. ഗ്ലൈക്കോളിസിന്റെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ ആ കംപ്ലീറ്റ് റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എത്ര ATP കിട്ടി എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ദെൻ പാസ്റ്റർ എഫക്റ്റും ക്രാബ്ട്രി എഫക്റ്റും എന്താന്നുള്ളത് പറഞ്ഞു. ജസ്റ്റ് ആ രണ്ട് എഫക്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ്സസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ റിയാക്ഷൻസ് എല്ലാം നമ്മൾ എഴുതി പഠിച്ച് ഓരോ റിയാക്ഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കിയാലേ ഇത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ലിസണിങ്. താങ്ക് യു. ഓക്കെ.